ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച 9ാമത് ബജറ്റിൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കാവുന്ന ചില പ്രധാന തീരുമാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഹനാപകടത്തിൽ ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയെ സംബന്ധിച്ചാണ്. ഇനി മുതൽ അപകടങ്ങളിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് തുകയ്ക്കോ മറ്റ് നഷ്ടപരിഹാരത്തിനോ നികുതി നൽകേണ്ടതില്ല. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ്. സ്ത്രീകളുടെ സുരക്ഷയും തൊഴിലവസരങ്ങളും മുൻനിർത്തി എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ വരാൻ പോകുന്നു. കൂടാതെ സ്ത്രീ സംരംഭകർക്കായി ഷീമ എന്ന പേരിൽ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശത്ത് പഠിക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തയാണ് TCS കുറച്ചത്. വിദേശ യാത്രകൾക്കും വിദ്യാഭ്യാസത്തിനുമുള്ള ടാക്സ് 5% നിന്നും 2% കുറച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള 17 ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകളുടെ വില ഇനിയും കുറയും. കൂടാതെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ടാക്സും കുറച്ചിട്ടുണ്ട്. IT മേഖലയിലുള്ളവർക്ക് 2047 ക്ലൗഡ് സർവീസുകൾക്ക് ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ച് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ടെക് ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കും. 7 പുതിയ ഹൈസ്പീഡ് റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചുവെങ്കിലും നിർഭാഗ്യവശാൽ കേരളം ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. എന്നാൽ കാർഷിക മേഖലയിൽ കേരളത്തിന് നേട്ടമുണ്ട്. നാളികേരം, കശുവണ്ടി തുടങ്ങിയവയ്ക്ക് പ്രത്യേക സഹായം ലഭിക്കും. മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, EV ബാറ്ററികൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. ലക്ഷറി ഐറ്റങ്ങൾ, സിഗരറ്റ്, പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സേവനങ്ങളും കാർഷിക ടെക്നോളജിയും മുൻനിർത്തിയുള്ള ഈ ബഡ്ജറ്റ് ഇന്ത്യയുടെ വരും വർഷങ്ങളിലെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമാകും. ആദായ നികുതി നിയമങ്ങൾ ലളിതമാക്കാനുള്ള തീരുമാനവും നികുതിദായകർക്ക് ഗുണകരമാകും. ഇത്തവണത്തെ ബഡ്ജറ്റിനെ ഒരു ഓവറോൾ വിലയിരുത്തുകയാണെങ്കിൽ ഡിജിറ്റൽ സേവനങ്ങളും കാർഷിക ടെക്നോളജിയും മുൻനിർത്തിയുള്ള ഈ ബഡ്ജറ്റ് ഇന്ത്യയുടെ വരും വർഷങ്ങളിലെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായേക്കാം. ആദായ നികുതി നിയമങ്ങൾ ലളിതമാക്കുന്നതോടുകൂടി നികുതിദായകർക്ക് കൂടുതൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബഡ്ജറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.